നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അത് അങ്ങനെ നടക്കുന്നു ഒരു വഴിക്ക്. ഇപ്പോൾ തൽക്കാലം വെടിനിർത്തൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ എപ്പോഴാണ് പൊട്ടി പുറപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ല. അതിനിപ്പോൾ ട്രംപിൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. ഏതായാലും ഇറാൻ്റെ ആയുധ ശേഖരത്തെക്കുറിച്ച് അങ്ങനെ അധികം ആൾക്കാർക്ക് അറിയില്ല, പുറത്തെന്താണെന്ന് അറിയില്ല. അത് ഇറാന് മാത്രമേ അറിയുന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇറാൻ്റെ മിസൈൽ സംവിധാനത്തെക്കുറിച്ച് അബ്ബാസ് അരാഗ്ചി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഒരു മീറ്റിങ്ങിൽ അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇറാൻ്റെ മിസൈലുകൾ എവിടെയൊക്കെ എത്തും, എങ്ങോട്ടൊക്കെ പോകും, എങ്ങനെയൊക്കെ നാശം വിതയ്ക്കും, ഏതാണ് ആ മിസൈൽ എന്നൊക്കെ. നയതന്ത്ര തലത്തിൽ വലിയ നീക്കങ്ങൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് മാറാൻ വേണ്ടി നിർത്താൻ വേണ്ടിയൊക്കെ നടക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇറാൻ തങ്ങളുടെ സൈനിക വ്യൂഹത്തിൽ വലിയ ആയുധ ശേഖരമൊക്കെ സജ്ജമാക്കി ഏത് നിമിഷവും ഉണ്ടാകുന്ന യുദ്ധത്തെ നേരിടാൻ വേണ്ടി തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. ഇറാനിയൻ ആയുധപ്പുരയിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ആയുധങ്ങളിൽ ഒന്നാണ് ക്വാർട്ടർ F എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ. യുദ്ധരംഗത്ത് ഇറാൻ ഇതിനകം പ്രയോഗിച്ച് തെളിയിച്ചിട്ടുള്ള ഒരു ഇടത്തരം ദൂരവ്യാപ്തി മിസൈൽ സംവിധാനം. അതായത് ഇസ്രായേൽ ഇതിൻ്റെ ഉപയോഗം നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. കൃത്യമായ ലക്ഷ്യം സ്ഥാപിച്ചുകൊണ്ട് ഇറാൻ അതിൻ്റെ നാശനഷ്ടം എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി അനുഭവിച്ചറിഞ്ഞിട്ടുള്ള രാജ്യമാണ്. നൂറുകണക്കിന് മൈലുകൾ അകലെയുള്ള ശത്രു രാജ്യങ്ങളുടെ നഗരങ്ങളിൽ മുന്നറിയിപ്പ് സേനകൾ മുഴക്കാൻ ഈ മിസൈലിന് സാധിക്കും. ഇറാൻ്റെ പ്രശസ്തമായിട്ടുള്ളൊരു മിസൈലുണ്ട്, ഷഹാബ് 3. ഇതിനെ ഒന്ന് പരിഷ്കരിച്ച് എടുത്തിട്ടാണ് ഈ ക്വാർട്ടർ സീരീസുകളുടെ തുടക്കമെന്നാണ് അബ്ബാസ് അരാഗ്ചി പറഞ്ഞത്. ഈ ഷഹാബ് 3 ആകട്ടെ ഉത്തര കൊറിയ, സോവിയറ്റ് യൂണിയൻ കാലഘട്ടങ്ങളിലെ മിസൈൽ സാങ്കേതിക വിദ്യകളിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതാണ്. 2007 ഇറാൻ ആദ്യമായിട്ടൊരു ക്വാർട്ടർ സീരീസ് ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യുന്നത്, എടുത്ത് കാണിച്ചു കൊടുക്കുന്നത്, ഞങ്ങൾക്ക് മിസൈൽ ഉണ്ട് കേട്ടോ എന്ന് കാണിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ 3 വേരിയൻറ്റുകൾ ഇറാൻ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. അവയുടെ ദൂരവ്യാപ്തി അടിസ്ഥാനമാക്കിയിട്ടാണ് പേര് കൊടുത്തിട്ടുള്ളത്. അതിൽ ക്വാർട്ടർ S, പിന്നെ ക്വാർട്ടർ H, പിന്നെ ക്വാർട്ടർ F, ഇത് 3 ഇങ്ങനെയാണ് ഈ മിസൈലുകൾ പേര് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ദൂരത്തേക്ക് പോകുന്നതാണ് ഈ ക്വാർട്ടർ F എന്ന് പറയുന്നത്. അതായത് ഏകദേശം 1950 കിലോമീറ്റർ മുതൽ 2000 കിലോമീറ്റർ വരെ ആണ് ഇതിൻ്റെ ഒരു കൃത്യമായ ദൂരപരിധി. അതിനും കൂടുതൽ പോകും. പക്ഷേ എവിടെയാണ് വീഴേണ്ടത് എന്ന് കൃത്യമായി പോയിന്റ് ചെയ്ത് കൊടുത്താൽ അവിടെ ചെന്ന് വീഴുന്നത് 1950 മുതൽ 2000 വരെ കിലോമീറ്റർ പരിധിയാണെന്ന് പറയുന്നുണ്ട്. അതായത് ഇറാനിയൻ മണ്ണിൽ നിന്നൊന്ന് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ, ഗൾഫ് രാജ്യങ്ങൾ, തെക്ക് കിഴക്കൻ യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങൾ, ഇവയിലെ ഏത് ലക്ഷ്യസ്ഥാനത്തും നിമിഷ നേരം കൊണ്ട് കൃത്യമായി കടന്നാക്രമണം നടത്താൻ അല്ലെങ്കിൽ ആക്രമണം നടത്താൻ ഈ മിസൈൽ കൊണ്ട് ഇറാന് കഴിയും. ഒരു 2 സ്റ്റേജ് മിസൈൽ ഡിസൈനാണ് ഈ ക്വാർട്ടർ F എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ലിക്വിഡ് ഫ്യൂവൽ ഉപയോഗിക്കുന്ന ആദ്യഘട്ടം, വേർപെടുത്താൻ കഴിയുന്ന വാർഹെഡ് ഭാഗം, അതിന് 2 ഭാഗങ്ങൾ ഇതിനകത്ത് വേറെയുണ്ട്. പഴയ ഷബാബ് 3 മിസൈലുകളെ അപേക്ഷിച്ചിട്ട് സാങ്കേതികമായിട്ട് ഏറെ മുന്നിലാണ് ക്വാർട്ടർ F എന്ന് പറയുന്നത്. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അമേരിക്കയ്ക്ക് തെറ്റിയതും അതാണ്. കാര്യം അമേരിക്ക കരുതിയിരുന്നത് പഴയ കൊറിയൻ, സോവിയറ്റ് യൂണിയൻ സാങ്കേതിക വിദ്യ മാത്രമേ ഇറാൻ്റെ കയ്യിലുള്ളൂ എന്നാണ്. പക്ഷേ ഇറാൻ ആ സാങ്കേതിക വിദ്യ വെച്ചുകൊണ്ട് അവർ വികസിപ്പിച്ച് ഈ അമേരിക്കയിലുള്ള സാങ്കേതിക മേന്മയുടെക്കാളും മുകളിലേക്ക് എത്തിയ വിവരം വരെ അറിഞ്ഞില്ല. ഇതിപ്പോഴാണിത് പുറത്തൊക്കെ വരുന്നത്. പഴയ ഷഹാബ് മിസൈലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനും വിക്ഷേപണത്തിന് സജ്ജമാക്കാനും ഒക്കെ മണിക്കൂറുകൾ എടുക്കുമായിരുന്നു. എന്നാൽ ഈ ക്വാർട്ടർ Fൻ്റെ സെറ്റപ്പ് സമയം എന്ന് പറഞ്ഞാൽ കേവലം 30 മിനിറ്റാണ്. അതുകൊണ്ട് തന്നെ ശത്രുവിൻ്റെ റഡാറുകളിലോ അതല്ലെങ്കിൽ ഉപഗ്രഹങ്ങളിലോ ഒക്കെ പതിയുന്നതിന് മുമ്പ്, ഭൂമിയിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ വളരെ വേഗത്തിൽ ഇത് വിന്യസിക്കാനും വിക്ഷേപിക്കാനും ഒക്കെ ഇറാന് സാധിക്കും. എയർനേഷൻ നാവിഗേഷനും അതുപോലെ GPS കർഷനും ഒക്കെ സമന്വയിപ്പിച്ചിട്ട് ഈ മിസൈലിൻ്റെ ഒരു ഗൈഡൻസ് സിസ്റ്റം പ്രവർത്തിക്കുമ്പോൾ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മാനുവറബിൾ റീ എൻട്രി വെഹിക്കിളാണ്. വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സ്വന്തം പാതയിൽ മാറ്റം വരുത്താൻ ഈ വാർഹെഡിന് സാധിക്കും. അതായത് ശത്രു വിചാരിക്കേണ്ടത് ഇതുവഴി വരും എന്നാണ് പ്രോഗ്രാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ അവസാനം വഴിമാറി സഞ്ചരിച്ചിട്ട് കൃത്യമായി അവിടെ ചെന്ന് വീഴാൻ പറ്റും. അതായത് ശത്രുവിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിക്കാനും ലക്ഷ്യസ്ഥാനത്ത് കൂടുതൽ കൃത്യതയോടെ പതിക്കാനും ഇതിന് സാധിക്കും. അതുകൊണ്ടാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്, ലയൺ ഡോമുകളുണ്ടല്ലോ, അതൊക്കെ ഈ മിസൈൽ വരുന്നതനുസരിച്ചിട്ട് കണക്ക് കൂട്ടി അങ്ങോട്ട് പോയി. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇത് വഴിമാറിപ്പോയി. ഇവരുടെ മിസൈൽ വേദ സംവിധാനങ്ങൾ വേസ്റ്റായി. അതുപോലെ തന്നെ സൈറൺ ഒന്നും മുടങ്ങാതെ തന്നെ വീടിൻ്റെ അടുത്ത് വീണ് നാശനഷ്ടം ഉണ്ടായി. ഇതാണ് ഇസ്രായേലിനെ ഭയപ്പെടുത്തിയത്. കാര്യം ഇസ്രായേലിനെ ചില്ലറയൊന്നുമല്ല ഭയപ്പെടുത്തിയത്, വളരെ പെട്ടെന്ന് തന്നെ ഇറാനുമായിട്ടുള്ള യുദ്ധം നിർത്തുന്നതിന്, വെടിനിർത്തൽ നടത്തിയതിന്, പിന്നെ യുദ്ധം തുടങ്ങാതിരിക്കുന്നതിന് കാരണം ഇതാ. ഇതുവരെ പിന്നെ ഇസ്രായേലും ഇറാനും കൂടി പിന്നെ അടിച്ചിട്ടില്ലല്ലോ. അമേരിക്കയും ഇറാനും തമ്മിലല്ലേ പിന്നെ അടി നടക്കുന്നത്. 1000 കിലോഗ്രാം വരെ ഭാരമുള്ള വാർഹെഡുകൾ വഹിക്കാൻ ക്വാർട്ടർ Fന് ശേഷിയുണ്ടെന്നാണ് പറയണേ. അതിവിശാലമായിട്ടുള്ള പ്രദേശത്ത് ചെറിയ ബോംബുകൾ വിതറാൻ ശേഷിയുള്ള ക്ലസ്റ്റർ മ്യൂണിഷൻ വാർഹെഡുകളും ഇറാൻ ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാണ് പറയണേ. ഇത് ശത്രുക്കളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായിട്ട് തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ക്വാർട്ടർ മിസൈലുകൾ വെറും ഒരു പ്രദർശന വസ്തുവല്ല. ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് അഥവാ IRGC യഥാർത്ഥ യുദ്ധത്തിൽ ഇത് പ്രയോഗിച്ച് തെളിയിച്ചതാണ്. 2025 ജൂണിൽ നടന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ
ഇമ്മാദ്, ഖൈബർ, ഷെക്കാൻ എന്നീ സോളിഡ് ഫ്യൂവൽ മിസൈലുകൾക്കൊപ്പം ക്വാർട്ടർ സീരീസ് മിസൈലുകളുമൊക്കെ ടെല്ലവീവ്, ഹൈഫ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്ക് ഇറാൻ അങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നു. അത് ഇസ്രായേലിന് തടയാനും പറ്റിയിട്ടില്ല. ആക്രമണത്തിന് ശേഷം അവശേഷിച്ച അവശിഷ്ടങ്ങളിൽ നിന്നും നാശനഷ്ടങ്ങളിൽ നിന്നുമാണ് സ്വതന്ത്ര നിരീക്ഷണ ഏജൻസികൾ ഈ മിസൈലിൻ്റെ ഉപയോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതായത് മിസൈൽ പ്രയോഗിക്കപ്പെട്ട് കഴിഞ്ഞു, യുദ്ധത്തിൽ പ്രയോഗിക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നീട് 2026 ഫെബ്രുവരി അവസാനം US ഇസ്രായേൽ സംയുക്ത ആക്രമണങ്ങൾക്ക് ശേഷം ഇറാൻ വീണ്ടും യുദ്ധത്തിലേക്ക് കടന്നപ്പോഴും ഈ ക്വാർട്ടർ മിസൈലുകൾ വീണ്ടും എടുത്തു പ്രയോഗിച്ചു. തുടർന്നുണ്ടായ പ്രത്യാക്രമണങ്ങളിൽ ടെൽഅവീവിന് സമീപം ക്ലസ്റ്റർ വാർഹെഡ് ആക്രമണം നടത്താൻ പുതിയ ഖൊറം ഷേഖ് 4 മിസൈലുകൾക്കൊപ്പം ക്വാർട്ടർ മിസൈലുകളും ഉപയോഗിച്ചതായിട്ട് ഇറാൻ ഔദ്യോഗികമായി തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. തങ്ങളുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതിനും ഇസ്രായേലി ആക്രമണങ്ങൾക്കും നൽകിയിട്ടുള്ളൊരു മറുപടിയാണ് ഇതെന്ന് ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ അന്ന് വിളിച്ചു പറയുകയും ചെയ്തിരുന്നു. അവർ സമ്മതിച്ചു. ഇറാൻ്റെ ഒരു പ്രത്യേകത അതാണ്, അവർ ചെയ്തു കഴിഞ്ഞാൽ ചെയ്തെന്ന് പറയും. ഈ ക്വാർട്ടർ മിസൈലുകളുടെ സംഭരണ കേന്ദ്രങ്ങളെയും അതുപോലെ ലോഞ്ചിങ് സൈറ്റുകളെയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് പലതവണ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട്. ഇസ്ഫഹാനിൽ സൂക്ഷിച്ചിരുന്ന ക്വാർട്ടർ മിസൈൽ ശേഖരങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ക്വാർട്ടർ എഫ് ഇറാൻ്റെ കൈവശമുള്ള ഏറ്റവും പുതിയ മിസൈൽ ആയിരിക്കാം ഒരുപക്ഷെ. അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ക്വാർട്ടർ എഫിനെ കുറിച്ചേ പറയുന്നുള്ളൂ. അത് ഏറ്റവും പുതിയതാണോ ഇനി അതിനേക്കാൾ ആധുനികമായിട്ട് വേറെ ഉണ്ടോ എന്നൊന്നും അറിയില്ല. ഇനി പ്രയോഗിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ. ഇത്രയും വിനാശകരമായിട്ടുള്ള ക്വാർട്ടർ എഫ് അത് ഇസ്രായേലിനെ അടക്കം സകലതും തകർത്ത് തരിപ്പണമാക്കിയതിന് ശേഷവും അതിനേക്കാൾ വേഗത്തിൽ വിക്ഷേപിക്കാവുന്നതും റഡാറുകളിൽ പെടാത്തതുമായിട്ടുള്ള സോളിഡ് ഫ്യൂവൽ മിസൈലുകൾ ഇറാൻ പിന്നീട് വികസിപ്പിച്ചതായിട്ട് വാർത്തയുണ്ട്. അത് യുദ്ധരംഗത്ത് ഉപയോഗിച്ചിട്ട് കൃത്യത തെളിയിച്ചിട്ടുള്ള ഇറാൻ അവരുടെ ഏറ്റവും ഭയാനകരമായുള്ള ഒരു ആയുധമായിട്ട് മറ്റുള്ളവർ ഇതിൻ്റെ അനുഭവസ്ഥർ അതിനെ ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. ഇസ്രായേലിൻ്റെ ആരോ അതുപോലെ താട് തുടങ്ങിയ അത്യന്താധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പോലും പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയിട്ട് ഈ ക്വാർട്ടർ എഫിൻ്റെ ക്ലസ്റ്റർ വാർഹെഡുകൾക്ക് കഴിയുമെന്നാണ് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം പറയാനുണ്ടോ? ഹോർമൂസ് കടലിടുക്കിലെ നയതന്ത്ര ചർച്ചകളും അതുപോലെ കാശ്മീർ കരാറുകളിലെ നിയമ പോരാട്ടങ്ങളും അതിനോടൊപ്പം അതിർത്തികളിൽ തയ്യാറാക്കി നിൽക്കുന്ന ക്വാർട്ടർ എഫ് മിസൈലുകളും ചേർന്നിട്ട് പശ്ചിമേഷ്യൻ മേഖലയെ വലിയ സംഭവ വികാസങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കാണാം. ഇതുവരെ പ്രതീക്ഷിച്ചതുപോലെയല്ല ഇറാൻ. അതായത് അവരുടെ ആയുധ ശേഖരത്തെക്കുറിച്ച് അമേരിക്കയോ ഇസ്രായേലോ വിചാരിച്ചതുപോലെ അല്ല. അമേരിക്കയും ഇസ്രായേലും ചെയ്യുന്നത് പോലെ അവരുടെ ആയുധങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടില്ല. അവർ മറ്റുള്ളവർക്ക് വിറ്റിട്ടില്ല. എന്തൊക്കെയുണ്ടെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഇറാൻ അമേരിക്കയെയും ഇസ്രായേലിനെയും സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. Different angles. Don't forget to subscribe and support this channel.